അരുൺ സാറിൻ്റെ പ്രോജക്റ്റാണോ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ തന്നെ പോയി കാണുമ്പോഴാണ് എനിക്ക് പറയുന്നത് ഇത് ലോകേഷ് സാറിൻ്റെ പ്രൊജക്റ്റ് ആണെന്നുള്ളത്. ഇത് ടോട്ടലി എല്ലായിടയ്ക്കും എല്ലാ ഡയറക്ടേഴ്സും ഇത് എത്തിയിട്ടുണ്ട്. ഒറ്റ പേരിന് വേണ്ടിയിട്ടാണ്, ലോകേഷ് സാർ എന്നുള്ളൊരു പേരിന് വേണ്ടിയിട്ടാണ് അത്രയും പേര് അവിടെ ഗേദർ ആയതും. റിലീസായി കഴിഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോയി. പുള്ളിയുടെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടപ്പോൾ ദാസായിട്ടാണ് കണ്ടത്, ലോകേഷ് സാറായിട്ട് കാണാൻ പറ്റിയില്ല. ഒരു ഫോട്ടോഷൂട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് പൊതുവേ ചോരയും കത്തിയും ആ ഒരു റസ്റ്റിക് മോഡിൽ അങ്ങനെ നിൽക്കുന്നതാണ്. കാരണം നരിവേട്ടയെ സംബന്ധിച്ചിടത്തോളം നരിവേട്ട വന്നതിന് ശേഷം നമ്മൾ ആ ടീമിൽ പോയി ജോയിൻ ചെയ്തു, പരിപാടികൾ ഇതൊക്കെയാണെന്ന് മനസ്സിലായി, ഇതെവിടെ എത്തുന്നുള്ളത് നമുക്കറിയാം, എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറിയാം. പക്ഷേ DCയെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നതെല്ലാം സൺ പിക്ചേഴ്സ്, ലോകേഷ് കനകരാജ്, അരുൺ മാധേശ്വരൻ, എല്ലാവരും മോളിലാണ്. ഞാനിപ്പോഴും ഒരു ട്രൈബാന്ന് വിചാരിച്ചിട്ട് നരിവേട്ടയിൽ ചെയ്തത് ഒറിജിനൽ ട്രൈബ് തന്നെയാണ്, അപ്പോൾ അവർ സിനിമയും കഴിഞ്ഞ് പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. എനിക്ക് ദാസായിട്ട് കാണുന്ന സമയത്ത് ലോകേഷ് സാറിനെ പേഴ്സണലി കാണുമ്പോൾ എൻ്റെ ഒരു ബ്രദർ ഫീലാണ് എനിക്ക്. അപ്പോൾ ദേവദാസിൻ്റെ ഒരു സാധനം പുള്ളിക്ക് മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ പുള്ളി ആരണ്യകാന്ഡം എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ആ ഡയറക്ടറുടെ ഒരു ഫീലും പുള്ളിക്ക് ഉണ്ടാവും. ഒരാൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയരുത് ഇതിനേക്കാളും നന്നായിട്ട് ഇവനെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയരുത്. നമ്മൾ ചെയ്യണത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു സാധനം നമ്മൾ വരുത്തിയെടുത്തു കഴിഞ്ഞാൽ വരാനുള്ളവർക്കും ഒരു ഊർജ്ജമാകും. പ്രണവ് TFനാണ് ഇന്ന് കൂടെ ഉള്ളത്. ഹായ് പ്രണവ്. ഹായ്. ലാസ്റ്റ് നമ്മൾ കണ്ടത് നരിവേട്ടയുടെ ടൈമിലായിരുന്നു. ഇപ്പം DC ആയിട്ട് ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമിഴിലാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ മലയാളത്തിൽ വന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഫെമിലിയർ ആയിട്ട് വീണ്ടും തമിഴിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട് DCയുടെ ഒരു ഇപ്പം കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ എല്ലാം എങ്ങനെയുണ്ട്? DCയെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഇരുന്നത് ഒരു നല്ലൊരു മലയാളം പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു മലയാളം പ്രൊജക്റ്റ് വർക്ക് ചെയ്തായിരുന്നു ധ്യാൻ ചേട്ടൻ്റെ കൂടെ. അപ്പോൾ അതാരും കണ്ടില്ല. സോ നരിവേട്ട എല്ലാവരും കണ്ടു. അടുത്ത് നമുക്ക് എന്തായാലും ഒരു നല്ല മലയാള പ്രൊജക്റ്റ് കോൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ നിന്ന് അപ്രീസിയേഷൻസ് വന്നു എന്നല്ലാതെ പ്രൊജക്റ്റ് വൈസ് ഒരു കോൾ വന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ഡെസ്പിടിച്ച് നിൽക്കുമായിരുന്നു അടുത്തത് എന്താ എന്ന് അറിയാനുള്ളൊരു ഇതിൽ. സർപ്രൈസിംഗ്ലി അരുൺ സാറ് വിളിച്ചു, ഇന്നുപോലൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് DC ആണ് അപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നരിവേട്ട കഴിഞ്ഞ് കറക്റ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷന് വിളിക്കുന്നത്. അതിനു മുമ്പേ അരുൺ സാറുമായിട്ട് ഞാൻ ഫോളോ അപ്പ് ഉണ്ട്. സാറിൻ്റെ ഫിലിമോഗ്രാഫി ഇഷ്ടമാണോ, വർക്ക് ചെയ്യണോ എന്നുള്ള പറഞ്ഞൊരു പുഷ് എൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴും ഉണ്ട്, അതുപോലെ ഉണ്ട്. നരിവേട്ടയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരിവേട്ടയുടെ പ്രൊഫൈൽ ഞാൻ സെൻഡ് ചെയ്തു. സർ ഇതുപോലെ റീസെൻ്റ്ലി ഇപ്പോൾ നരിവേട്ട എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗോഡ്സ് ഗ്രേസ് പുള്ളി ആ പടം കണ്ടിരുന്നു. അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്തു, ഞാൻ കണ്ടു, പടം കണ്ടു, നല്ല പെർഫോമൻസ് ആയിരുന്നു, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ കോൾ കട്ട് ചെയ്തത്. അതിനുശേഷം ഒരു വിത്തിൻ 1 വീക്ക് or 2 വീക്സിൽ അരുൺ സാറിൻ്റെ പ്രോജക്റ്റാണോ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ തന്നെ പോയി കാണുമ്പോഴാണ് എനിക്ക് പറയുന്നത് ഇത് ലോകേഷ് സാറിൻ്റെ പ്രൊജക്റ്റാണെന്നുള്ളത്. അതൊന്നും കൂടെ എനിക്ക് ബൂസ്റ്റായി. വീണ്ടും എൻ്റെ മെൻറ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഗുരുവിനെ കാണാൻ പറ്റുക എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതും പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിമിൽ തന്നെ പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് ഇങ്ങനെ നിന്ന് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. പടവും കൂടെ ഹിറ്റായപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇപ്പം ലോകേഷ് സാറിനോടുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ തന്നെ മാസ്റ്ററിൽ വന്നു. ഇപ്പം ലോകേഷിന്റെ ഡയറക്ടോറിയലിൽ ഓൾറെഡി നമ്മൾ കണ്ടു, അതിലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ലോകേഷ് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് വന്നു. അതായത് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ നിന്ന് ഒരു കോ ആക്ടറായിട്ടും കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ ലോകേഷിന്റെ കൂടെ ആ ഒരു ഡയറക്ടർ ആൻഡ് ആക്ടർ ലോകേഷിന്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു ഡിറക്ഷൻ സൈഡിൽ നമ്മൾ രണ്ട് പ്രൊജക്റ്റാണ് പുള്ളിയുടെ അടുത്ത് വർക്ക് ചെയ്തത്. 2020 തൊട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പുള്ളിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. പുള്ളി ഓരോ സീന് കമ്പോസ് ചെയ്യുന്നതും ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ആ സീന് എക്സ്പ്ലെയിൻ ചെയ്ത് ആ വർക്ക് മേടിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. ഫുൾ ആൻഡ് ഫുൾ പുള്ളിയുടെ ഒരു കൺട്രോൾ, ക്യാപ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ആ കൺട്രോൾ അവിടെ കാണാൻ പറ്റും. ഇതിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ ബോക്സിലാക്കി കൊണ്ടുവന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചു നേരം കളിക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചാ കൂട്ടിലേക്ക് കയറി പോകും. അതുപോലെ തന്നെ ആയിരുന്നു പുള്ളി. അത് ആദ്യമേ പറഞ്ഞതാണ്, വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ തലയിടത്തില്ല, ആക്ടിങ് ആണ്, എന്നെ ഒരു കാർ അയച്ചു കഴിഞ്ഞാൽ ഞാൻ വരും, വന്ന് അഭിനയിക്കും, പോകും എന്നുള്ള രീതി. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും. പുള്ളി വരും, വേറൊരു ഇൻ്റർഫിയറൻസോ പരിപാടികളോ ഒന്നും ഇല്ലാതെ പുള്ളിക്ക് കൊടുത്തത് പുള്ളി ആത്മാർത്ഥമായി തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കര, അതായത് നമ്മളെപ്പോലെ ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർ ഒന്ന് വീഴുന്നൊരു ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ 10 പ്രാവശ്യം 15 പ്രാവശ്യം ചിലപ്പോൾ വീഴും. നമുക്കത് ആവശ്യമാണ്, നമ്മൾ എങ്ങനെയെങ്കിലും കയറി വരണം. പക്ഷേ ഇതുപോലെ പീക്കിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറെയും കൊണ്ടുവന്ന് അതുപോലെ വീഴാനും കുത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ പറയുക ഞാൻ ആക്ച്വലി ആക്ടിങ് ഭയങ്കര സിമ്പിളാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഭയങ്കര ടാസ്ക്കാണ്, ഇനി ഞാൻ ചെയ്യില്ല
ആ ഒരു രീതിക്കൊക്കെ പുള്ളി പറയുന്നത് കേട്ടപ്പോൾ സന്തോഷിക്കണോ ചിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പുള്ളി ഓരോ പ്രാവശ്യം ടെൻഷനുണ്ട്, ഇത് വർക്ക് ആവുമോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത റഷ് കാണിച്ചു തരും ക്യാരവനിൽ കൊണ്ടുപോയിട്ട്. എടാ ഇതാണ് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഇതിങ്ങനെ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ സീൻ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുമ്പോൾ അത് തന്നെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ടെക്നിക്കലി അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ആ ബിൽഡ് ചെയ്തത്, ആ റോ ഫുട്ടേജ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ. സോ ആൾക്കാർ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം, അതിനുള്ളൊരു സാധനം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ബ്ലോണ്ട് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. റിലീസായി കഴിഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോയി. പുള്ളിയുടെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടപ്പോൾ ദാസായിട്ടാണ് കണ്ടത്, ലോകേഷ് സാറായിട്ട് കാണാൻ പറ്റിയില്ല. ശരിക്കും എനിക്കും കണ്ടപ്പോൾ അതായിരുന്നു, ലോകേഷ് എന്ന ഡയറക്ടറിനെ ആ സിനിമ ഒരു 2.5 മണിക്കൂർ നമുക്ക് മനസ്സിൽ വരുന്നില്ല. ലോകേഷ് കനകരാജ്, ദേവദാസ് എന്ന ക്യാരക്ടറിനെ മാത്രമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. ഈ ദേവദാസ് ആൻഡ് ഗ്യാങ്ങിനെ പറ്റി പറയുമ്പോഴാണേലും ഒരു ഹീറോ സെൻട്രിക് എന്നതിനേക്കാളും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വില്ലൻ ഹീറോ സെൻട്രിക് ക്യാരക്ടേഴ്സ് ആണ് ഈ ദേവദാസ് ആണെങ്കിലും സ്റ്റീഫൻ എന്ന കഥാപാത്രമാണെങ്കിലും കൂടെ ഉള്ളവരെല്ലാം. ഇപ്പം നരിവേട്ട നോക്കിയാലും നരിവേട്ടയിൽ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നായക കഥാപാത്രം തന്നെയാണ്. അപ്പൊ എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡ് ഉള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഈ താമി ആയിക്കോട്ടെ സ്റ്റീഫൻ ആയിക്കോട്ടെ, ഇതിൽ ഈ ഡാർക്ക് ഷെയ്ഡുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൽ പ്രണവിന് അതിൽ കിട്ടുന്ന ഒരു ഹൈ എന്താണ്? എനിക്ക് പൊതുവേ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫോട്ടോഷൂട്ട് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് പൊതുവേ ചോരയും കത്തിയും ആ ഒരു റസ്റ്റിക് മോഡിൽ അങ്ങനെ നിൽക്കുന്നതാണ്. കാരണം നമ്മൾ ഗിറ്റാറും ഒരു റൊമാൻറ്റിക് സാധനമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ എനിക്ക് റെസ്പോൺസും കിട്ടിയിട്ടില്ല കൂടുതൽ. പക്ഷേ ഇപ്പോൾ പുതുപ്പേട്ടയിൽ ധനുഷ് സാർ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ആട് വെട്ടണവനെ പോലെ നിൽക്കണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ഹൈ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് തരുന്ന റെസ്പോൺസ്. അപ്പോൾ അതിൽ തന്നെയാണ് എനിക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനോടും ഷെയ്ഡ്സിനോടും അത് ചെയ്യാനുള്ളൊരു താല്പര്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വില്ലനോ അങ്ങനെയുള്ള ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ അഴിഞ്ഞാടാം. ഡയറക്ടർ അടുത്ത് ചോദിച്ചിട്ട് ഞാനിത് ചെയ്തോട്ടെ, ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു ഹീറോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് ആയിട്ട് ഒരു കമേഴ്ഷ്യൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കളർഫുൾ സാധനം ചെയ്യുമ്പോൾ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ക്യാരക്ടറിന് പിടിച്ചു നിർത്തേണ്ട ഒരു സാധനം ഉണ്ടാവും മീറ്ററിൻ്റെ. ഇവിടെ കുറച്ച് മീറ്റർ അങ്ങ് കയറിപ്പോയാലോ ഇറങ്ങിപ്പോയാലോ കുഴപ്പമുണ്ടാവില്ല. അത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ക്യാരക്ടേഴ്സ്. പക്ഷേ അതുപോലെയുള്ള കമേഴ്ഷ്യൽ സാധനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പെർഫോമർ ആയിരിക്കുമ്പോൾ നമ്മൾ മാറി 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 ചെയ്യണമല്ലോ. അപ്പോൾ നരിവട്ടയിൽ ചെയ്ത ഒരു ക്യാരക്ടറും ആ ഒരു ലുക്കും അതിൻ്റെ ഒരു കണ്ടന്റും അതിൽ നിന്ന് തികച്ചും വ്യത്യാസമായിട്ട് തന്നെയാണ് ഇതിലും ഈ സാധനം തന്നേക്കുന്നത്. അരുൺ സാറിൻ്റെ പടമാകുമ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ഒരു മോഡിൽ കത്തിയോ എന്തെങ്കിലും തന്ന് എന്നെ കൊല്ലാം, ആരെങ്കിലും 10 പ്രാവശ്യം കുത്തിപ്പിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നീ ഇതിലൊന്നും ചെയ്യേണ്ട, സോഫ്റ്റായിട്ട് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള രീതിക്കാണ് പുള്ളി ഇതിൽ തന്നെ ഇരുത്തിയത്. അധികം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് വയലൻസ് ഒന്നും ഉണ്ടാവില്ല. അവരെ കൺട്രോൾ ചെയ്ത് പോവാൻ, നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവരിൽ ബൂസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് സെബാസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് സമാധാനത്തിൽ വർക്ക് ചെയ്ത് വന്നൊരു സിനിമയാണ്. ഈ നരിവേട്ടയിലെ കഥാപാത്രത്തിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കഥാപാത്രത്തിന്റെ ആ ഒരു വേദന, ആ ഒരു പെയിൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഇതിലേക്ക് വരുമ്പോൾ, സെബാസ്റ്റ്യനിലേക്ക് വരുമ്പം, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ എത്രത്തോളം പേഴ്സണലായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇതിൽ അധികം ഞാൻ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു ബാക്ക് ഡ്രോപ്പും അതിൻ്റെ ഒരു പുള്ളിക്കാരൻ എവിടെ നിന്ന് വന്നു അതിൻ്റെ പശ്ചാത്തലമൊക്കെ കേൾക്കുന്ന സമയത്ത് പുള്ളി ദാസിൻ്റെ കൂടെ തന്നെ കംഫർട്ടബിൾ സോണിൽ ഒരു സ്ഥലത്ത് നിന്ന് കൂടിച്ചേർന്നവരാ. അപ്പോൾ എനിക്ക് ദാസായിട്ട് കാണുന്ന സമയത്ത് ലോകേഷ് സാറിനെ പേഴ്സണലി കാണുമ്പോൾ എൻ്റെ ഒരു ബ്രദർ ഫീലാണ് എനിക്ക്. ഞങ്ങൾ തമ്മിലൊരു ചേട്ടനെയും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ആ പുള്ളി എല്ലാവരെയും കാണും. അപ്പോൾ അത് എനിക്ക് സെബാസ്റ്റ്യനും ദാസുമായി വരുമ്പോൾ ഇനിയും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ് ഞാൻ ചെയ്യുന്ന സമയത്ത് പുള്ളി എനിക്കിങ്ങനെ പറഞ്ഞു തരും, എടാ ഇത് നിനക്കുള്ള മൊമെൻ്റാണ്, ഇത് നീ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കത് വർക്കൗട്ട് ആകും ഓഡിയൻസിൻ്റെ ഇടയിൽ, അപ്പോൾ ഇത് ചെയ്തോ എന്ന് പറഞ്ഞുള്ളൊരു ഫ്രീഡം നമുക്ക് തരുന്ന സമയത്ത് നമുക്കത് ഒന്നും കൂടെ കംഫർട്ടബിൾ ആകും. പിന്നെ ഒരു അണ്ണാ തമ്പി റിലേഷൻഷിപ്പ് ആയത് കാരണം എനിക്ക് അത് ദാസും സെബാസ്റ്റ്യനും ആ കിട്ടിയും കറുപ്പൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഞങ്ങൾ എന്ത് തന്നെ സംസാരിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ഷോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ക്യാരക്ടറും മൂഡും ടോട്ടലി ഉള്ള ഒരു ആംബിയൻസും എല്ലാം കൂടെ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ അരുൺ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും പുള്ളി പറഞ്ഞു തരുന്ന രീതിയൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. അങ്ങനെയൊക്കെയാണ് അത് വർക്കൗട്ട് ചെയ്തെടുത്തത്. അത് ലോകേഷ് സാർ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. കാരണം ഇത്രയും നമുക്കൊരു സ്പേസ് തന്നതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാ ഹീറോസും നമുക്ക് കിട്ടുന്നവരൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ നോക്കുന്നതുകൊണ്ട് നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം സംവിധായകനെ പറ്റി പറയുമ്പോൾ തന്നെ ഇതിലെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് വർഷങ്ങൾ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ ദേവദാസ്, പാർവതി, ചന്ദ്ര. ആ ഒരു കഥ നമുക്കറിയാം, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ
മറ്റൊരു രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു ഇതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. അതെ. ഈ ഒരു കഥ ആദ്യമായിട്ട് കേട്ടിട്ട് ഇതിന്റെ ഒരു ഭാഗമാവുന്നു, അതിലെ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നു. അപ്പൊ ഈ കഥ ആദ്യം കേട്ടപ്പം ഉള്ള ആ ഒരു ഫീൽ എന്തായിരുന്നു? പുള്ളി അധികം കഥയായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല എനിക്ക്. എന്നെ പോലെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ക്യാപ്റ്റൻ മില്ലർ കഴിഞ്ഞിട്ട് അരുൺ സാറ് ലോക്ക് ചെയ്ത് വെച്ചത് ഇളയരാജ സാറിന്റെ ബയോപിക് എടുക്കാനാണ്, ധനുഷ് സാറിനെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് ആയിരിക്കും, അതിലേക്ക് എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിൽ ഇരുന്ന് പോകുന്നത്. അപ്പോൾ ഡി സിയുടെ കാര്യം അപ്പോൾ ലോക്കല്ല. അവിടെ ചെന്ന ശേഷമാണ് എനിക്ക് ഡി സി എന്നുള്ളത് മനസ്സിലായത്. പിന്നെ പുള്ളിയുടെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്, പുള്ളിക്ക് വയലൻസ് എന്തായാലും പടത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ദേവദാസിന്റെ ഒരു സബ്ജക്റ്റ് ആണ് എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുക എന്നുള്ളത് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ദേവദാസിന്റെ ഒരു സാധനം പുള്ളിക്ക് മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ പുള്ളി ആരണ്യകാന്ഡം എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ആ ഡയറക്ടറുടെ ഒരു ഫീലും പുള്ളിക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്ലേവറിലാണ് ഇത് എടുത്തത്. ഇതിൽ ലവിൻ്റെ ഒരു ഇമോഷൻ പുള്ളി ഫസ്റ്റായിട്ടാണ് ഇതുപോലൊരു ലവും ബോണ്ടൊക്കെ പുള്ളി ചെയ്യുന്നത് പുള്ളിയുടെ സിനിമയിൽ. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് പുള്ളിയും പറഞ്ഞു, ഇത് ഞാനൊരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് കണ്ടു കഴിഞ്ഞിട്ടും ഞാൻ നോർമലി എൻ്റെ കൂടെ കണ്ട ഓഡിയൻസിനോട് ഞാൻ ചോദിച്ചു ഫസ്റ്റ് ഓഫ് എങ്ങനെയുണ്ട് ബ്രോ എന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് വർക്കായി ബ്രോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം സെക്കൻഡ് ഓഫ് പുള്ളിയുടെ ടെറിട്ടറിയാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിയും ഇടിയും പുകയും സാധനങ്ങളും കൺവിൻസിങ് ആയിട്ട് കയറ്റി വെച്ചേക്കുന്ന ഒരു സാധനമാണ് സെക്കൻഡ് ഓഫ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് വൃത്തിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓഫ് എന്തായാലും പുൾ ഓഫ് ചെയ്ത് പോകും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും വർക്കായി. അതേപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഈ പുള്ളിയും നല്ല സിനിമോട്ടോഗ്രാഫറാണ്, ഡയറക്ടർ തന്നെ നല്ല സിനിമോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളിക്ക് ഈ കളേഴ്സിനോടും ടോൺസിനോടും, ഇതിൽ റോസാപ്പൂവാണല്ലോ മെയിനായിട്ട് പറയുന്നൊരു സംഭവം. അപ്പോൾ റോസിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കാണായിരുന്നു, ആ ഒരു ഫ്രെയിമിലൊക്കെ കാണായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ നേരിട്ട് നിന്ന് കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് പുള്ളി ചെയ്തതിൽ നമ്മളൊരു ഭാഗമാകാൻ പറ്റി, അതിപ്പോൾ സക്സസ് ആയി എന്ന് പറയുമ്പോൾ വീണ്ടും ഹാപ്പി. ഇപ്പം ഈ നരിവേട്ടം ഇത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും മാസീവ് ഹിറ്റ് തന്നെയാണ്. ഇപ്പം ഡി സി ഇറങ്ങി ദിവസങ്ങളായതേ ഉള്ളൂ എങ്കിലും ഒരു ഹിറ്റിലേക്ക് തന്നെയാണ് എത്തുന്നത്. നരിവേട്ടം അതുപോലെ തന്നെ ഒരു മാസീവ് ഹിറ്റായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ട് വർഷങ്ങൾ ഇതിൻ്റെ പുറകെ നടന്ന് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ഇതിലേക്ക് വന്നിട്ട് ഇപ്പം ആർക്കായാലും ആഗ്രഹമുള്ളതാണ്. ഇപ്പം ലോകേഷ് സാറിനെ നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നു, അദ്ദേഹം ആദ്യമായിട്ട് നായകനായിട്ട് വരുന്നെങ്കിലും ഒരുമാതിരിപ്പെട്ട ഓഡിയൻസിനെല്ലാം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ട്രെയിലറും പാട്ടുകളും എല്ലാം കണ്ടപ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു സംഭവം ഇருக்கு എന്നുള്ളൊരു സാധനം നമുക്കറിയായിരുന്നു. അത് ആ ആക്ടിങ് അല്ലെ സിനിമ ആഗ്രഹിക്കുന്ന ആർക്കായാലും ഇഷ്ടപ്പെടുന്ന കൊതിക്കുന്ന ഒന്നാണ് ആ ഒരു ലെവല് എത്തുക എന്നുള്ളത്. അപ്പൊ ഇത്രയും ഈ ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ റിസൾട്ടായിട്ട് ഇപ്പൊ നരിവേട്ട ഇത്രയും വലിയൊരു ഹിറ്റായി, ഈ സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം അന്നത്തെ ആ കഷ്ടപ്പെട്ട് സിനിമയിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രണവ് ഉണ്ടല്ലോ, ആ പ്രണവിനോട് എന്തായിരിക്കും പറയാൻ തോന്നുക? ഇല്ല, എനിക്കങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാനുള്ളൊരു ദൂരം ഞാൻ എത്തിയെന്ന് ഞാൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ മാസ്റ്ററിൽ മുഖം കാണിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടും ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് എല്ലാം നല്ല രീതിക്ക് വരണം, അല്ലെങ്കിൽ എത്രയോ പേര് ആഗ്രഹിച്ച് നിൽക്കേണ്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. ഒരാൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയരുത് ഇതിനേക്കാളും നന്നായിട്ട് ഇവനെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയരുത്. നമ്മൾ ചെയ്യണത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു സാധനം നമ്മൾ വരുത്തിയെടുത്തു കഴിഞ്ഞാൽ വരാനുള്ളവർക്കും ഒരു ഊർജ്ജമാകും, കാണുന്നവർക്കും ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്താം എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നരിവേട്ട ദൈവം സഹായിച്ച് ഹിറ്റായി, ഒരു നല്ലൊരു അപ്രീസിയേഷൻ വന്നു. അതിനുശേഷവും ഞാൻ സെർച്ചിങ്ങിൽ തന്നെ ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു പടം ചെയ്തു, അത് ഹിറ്റായി കഴിഞ്ഞു. അതിനുശേഷം പ്രണവിനെ വെച്ച് എന്ത് ചെയ്യാം എന്നുള്ളതിനൊരു സമയം എടുക്കുമല്ലോ. ഒരു എഴുത്താണെങ്കിലും അടുത്ത പ്രൊജക്റ്റിലേക്കാണെങ്കിലും ഒരു സമയമുണ്ട്, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അത് ചിലപ്പോൾ 6 months ആവാം, 1 year ആവാം, ചിലപ്പോൾ അതിനും മുകളിലായിരിക്കാം ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ ആ സമയത്ത് നമ്മളിനി അടുത്തത് എന്താ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ആരെങ്കിലും വിളിക്കുമോ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ചായ കുടിച്ച് വീട്ടിലിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അടുത്തത് എന്ത് ചെയ്യാം, അടുത്ത ഏതൊക്കെ പ്രൊജക്ട്സ് ഓൺ ആവുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് പുഷ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ നരിവേട്ടയുടെ പ്രൊഫൈൽ വെച്ച് ഞാൻ അരുൺ സാറിനെ പുഷ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് എനിക്ക് കിട്ടിയത്. ഞാൻ പുഷ് ചെയ്തിരുന്നുണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. സോ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ഓരോ വർക്കിനും നമ്മൾ ഒരു കാര്യത്തോട് എത്ര സ്നേഹിക്കുന്നു ആ പരിപാടിയിലേക്ക് നമ്മൾ പോകും തോറുമാണ് നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുക വിജയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തടുത്ത് നല്ല നല്ല നമ്മളെല്ലാ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തും ദൈവമേ ഇത് രക്ഷപ്പെടണേ, ഇത് ഹിറ്റ് ആവണേ. കാരണം എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ
ഗുഡ്, ഓക്കെ. അല്ലെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക, നമുക്കൊരു പ്രൊഫൈൽ എന്ന് എടുക്കുക, അടുത്ത പ്രൊജക്റ്റിലേക്ക് നമുക്ക് പോവുക. അതുപോലെ തന്നെയാണ്. അല്ലാതെ ആ പ്രണവും ഈ പ്രണവും ഒന്നും ഒരു വ്യത്യാസമില്ല. ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ബ്രോ ആക്ടിങ്ങിൻ്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുന്നത് കാസ്റ്റിംഗ് കോൾസ് അവർക്ക് ഫോർവേഡ് ചെയ്യുക, നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് അവനെ വിളിച്ചുകൊണ്ട് പോയി ഇൻട്രോ കൊടുത്തൊരു ക്യാരക്ടർ മേടിച്ചു കൊടുക്കാനുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാപ്പിയാണ്. ഇനിയും നല്ല നല്ല പ്രൊജക്ട്സിൻ്റെ ഭാഗമാകാൻ പറ്റട്ടെ, മലയാളത്തിൽ ആരെങ്കിലും വിളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഈ നരിവേട്ടയ്ക്ക് ശേഷം ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും. അത്രയും നല്ലൊരു സിനിമ, നല്ലൊരു കഥാപാത്രം കിട്ടി, ആളുകളിലേക്ക് നല്ലൊരു സിനിമയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടി. പക്ഷെ അതിനുശേഷം മലയാളത്തിൽ നിന്ന് കോള് വന്നില്ല എന്നുള്ളത്. ഈ നരിവേട്ടയിലേക്ക് എത്തിയത് തന്നെ എന്താ പെട്ടെന്ന് അതിൽ വിവേകിന് പ്രൊഫൈൽ അയക്കുന്നു, അവിടെ നിന്ന് പെട്ടെന്ന് താമിയെ കിട്ടി, അങ്ങനെ ആയിട്ടല്ലോ നരിവേട്ടയിലേക്ക് എത്തിയത്. അപ്പൊ അതുപോലെ മലയാളത്തിൽ നിന്നൊരു കോൾ എക്സ്പെക്ട് ചെയ്തിട്ട് മലയാളത്തിൽ ഇനി അടുത്ത കയറാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഇപ്പൊ നോക്കുന്നത്? അല്ല, മലയാളത്തില് തമിഴിലെന്നല്ല, എനിക്ക് 2 ലാംഗ്വേജസിലും ഇപ്പോൾ മലയാളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമിഴ് എനിക്ക് കുറച്ച് കോണ്ടാക്ട്സ് കൂടുതലാണ്. കാരണം ഞാൻ പഠിച്ചതും ചെയ്ത മൂവീസും അങ്ങനെയുള്ളൊരു സർക്കിൾ കൂടുതലായത് കാരണം എനിക്ക് അവിടെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ കോൺടാക്ട് ബിൽഡായി വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു പ്രൊഫൈൽ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് നരിവേട്ട ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും കുറേ പേർക്ക് എൻ്റെ പ്രൊഫൈൽ അറിയില്ല, ഞാൻ പ്രണവ് ആരാന്നുള്ളത് അറിയില്ല, മലയാളിയാണെന്നുള്ളത് അറിയില്ല. ഞാനിപ്പോഴും ഒരു ട്രൈബാന്ന് വിചാരിച്ചിട്ട് നരിവേട്ടയിൽ ചെയ്തത് ഒറിജിനൽ ട്രൈബ് തന്നെയാണ്, അപ്പോൾ അവർ സിനിമ കഴിഞ്ഞ് പോയി എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുണ്ട്. ആ കൂട്ടത്തിലെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് ഓഡിഷൻ ചെയ്ത് അഭിനയിച്ച് പോയതാണ്, പുള്ളി ആർട്ടിസ്റ്റ് ആണോ എന്താണെന്ന് അങ്ങനെയും ഉണ്ട്. കുറേ ഡൗട്ട്സ് ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്ത് ഇത് എല്ലാവരുടെ അടുത്തും പോയി പറയാൻ പറ്റില്ല. ഓരോ സിനിമകൾ ചെയ്യും തോറുമാണ് ഓക്കെ ഇവൻ ആർട്ടിസ്റ്റ് ആണ്, ഓക്കെ ഇവൻ ഈ ഫ്ലേവറിലും കാണിക്കാം, ഇങ്ങനെയും കാണിക്കാം എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ അവർക്കത് മനസ്സിലാവുള്ളൂ. സോ ആ ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോഴും. മലയാളത്തിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തെല്ലാം ചോദിക്കുന്നുണ്ട്. വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കോൺടാക്ട്സ് എല്ലാം ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കും. പക്ഷേ അവരെക്കാളും കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അവരുടെ അസോസിയേറ്റ്സും എഡീസും ആയിട്ടാണ്. അപ്പോൾ അവരൊരു പടം ചെയ്യാനുള്ള ഒരു തയ്യാറെടുക്കുമ്പോൾ നമുക്കത് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഓടുന്നു. ഈ ഇതിന്റെ DC-യുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. തമിഴിലെ എല്ലാ ഡയറക്ടേഴ്സും ഒരു തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ, അത് ഒരുപാട് പേരെടുത്ത് പറയാൻ തന്നെ പറ്റില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സും, അതെ ടോട്ടൽ കോളിവുഡ് ഉണ്ട്. അപ്പം അതിൽ പ്രണവിന് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്? ആ ഒരു എല്ലാ ഡയറക്ടേഴ്സും സിനിമ കണ്ടതിന്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായിട്ടോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഇതില് ഈ സിനിമ മൊത്തത്തിലൊരു സർപ്രൈസ് ആണ്. വന്നപ്പോൾ തൊട്ട് നരിവേട്ടയെ സംബന്ധിച്ചിടത്തോളം, നരിവേട്ട വന്നതിന് ശേഷം നമ്മൾ ആ ടീമിൽ പോയി ജോയിൻ ചെയ്തു, പരിപാടികൾ ഇതൊക്കെയാണെന്ന് മനസ്സിലായി, ഇതെവിടെ എത്തുന്നുള്ളത് നമുക്കറിയാം, എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാം. പക്ഷെ DC-യെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നതെല്ലാം സൺ പിക്ചേഴ്സ്, ലോകേഷ് കനകരാജ്, അരുൺ മാധേശ്വരൻ, എല്ലാവരും മുകളില്ല. ചോദിക്കാനോ പറയാനൊന്നും പറ്റില്ല. അവരെന്ത് പറയുന്നോ അത് ചെയ്യുക, അത് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുക. ഞാനും താങ്കളെ പോലെ തന്നെ ഡബിങ് ഔട്ട് കണ്ടതിന് ശേഷം സിനിമയായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കണ്ടത്. അതെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അപ്പോഴേ കാണുന്നത്. അതിനുശേഷം പിന്നെ അതിന്റെ പ്രൊമോഷൻ സ്റ്റേജ് ഓരോന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് എനിക്കും അറിയുന്നത്, ഇപ്പോൾ ഡയറക്ടേഴ്സിനെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് വഴിയാണ് എനിക്കറിഞ്ഞത്. കാരണം അവരുടെ ADസിനോ അസോസിയേറ്റ്സിനോ പോലും അറിയില്ല ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ DC റേവ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തി, ഓഡിയോ ലോഞ്ചിന്റെ ഒരു പരിപാടി നടത്തി. അതും ഇതുപോലെ ഒരു റേവ് പാർട്ടി ആയിട്ടാണ് അത് നടത്തുന്നത്. കാരണം ഡൽഹിയിൽ ഇഷ്യൂ നടക്കുന്ന കാരണം ഒരു ഓഡിയോ ലോഞ്ച് പരിപാടിയായിട്ട് ഇത് വെക്കണ്ട, ഇങ്ങനെ വെക്കാമെന്ന് പറഞ്ഞ് അവിടെ വേടൻ വന്നു. ആൻഡ് വേടൻ ഈ പരിപാടി പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇടുമ്പോഴാണ് വേടൻ ഞാനിതിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയണത്. വീണ്ടും നിന്റെ പടത്തിൽ ഞാൻ പാടി എന്നുള്ള രീതിക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സർപ്രൈസിങ് എലമെന്റ് ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഇതില് ഡയറക്ടേഴ്സ് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതിൽ ചേരൻ സാറും ഉണ്ടായിരുന്നു. ചേരൻ സാർ വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടർ, മുഖ്യമായിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി കണ്ടു. അപ്പം ഞാൻ പുള്ളി വഴി സിനിമ എങ്ങനെയുണ്ട്, പിറ്റേ ദിവസം പ്രിവ്യൂ കണ്ട ആളാ, ചോദിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു, സാർ മൂവി ഓക്കെ ആണോ, ഇഷ്ടമായോ, തമ്പി എനിക്ക് ரொம்ப പിടിച്ചെടുക്കപ്പാ, നീ പടത്തിൽ ரொம்ப അഴകാ இருக்கே എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, വർക്ക് ആയിട്ടുണ്ട് സാധനം, എന്തോ ഒരു പരിപാടി അതിലുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നെയാണ് ഇത് ടോട്ടലി എല്ലായിടേക്കും എല്ലാ ഡയറക്ടേഴ്സും ഇത് എത്തിയിട്ടുണ്ട്. ഒറ്റ പേരിന് വേണ്ടിയിട്ടാണ്, ലോകേഷ് സാർ എന്നുള്ളൊരു പേരിന് വേണ്ടിയിട്ടാണ് അത്രയും പേര് അവിടെ ഗേദർ ആയതും എല്ലാവരുടെ അടുത്തും നല്ല റെസ്പോൺസ് ആയിരുന്നു എന്നുള്ളതും പറഞ്ഞു. അതിന് ശേഷമാണ് പറഞ്ഞത്. അതും
ഇതെല്ലാം നമ്മൾ അഭിനയമോഹമായിട്ട് വരുന്നവർക്ക് ഇതെല്ലാം ഒരു ബൂസ്റ്റ് തന്നെയാണ്. ഒരുപാട് സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത നടക്കാത്ത കാര്യങ്ങളാണ്. ദൈവമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാനൊരു ഭാഗമായത് സന്തോഷം. ഇതും ഇത് ഏതൊരു ആക്ടറിന്റെയും സ്വപ്നമായിരിക്കും എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ ആ ഒരു സിനിമ കണ്ടിരിക്കുക എന്നുള്ളത്. പറയുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ഇതിൽ വേറൊരു മാജിക് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ മാരി സെൽവരാജ് സാർ വന്നു. അപ്പം ഞാൻ മാരി സെൽവരാജ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫിലിമോഗ്രാഫി അറിയാലോ, എങ്ങനെയെങ്കിലും പോയി അവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ. അപ്പോൾ പുള്ളി വന്നിട്ട് എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളൊരു, ഞാൻ ഇപ്പോൾ ഷൂട്ടിലാണ്, ലോകേഷ് സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും പുള്ളിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹായ് എങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുമായിരുന്നു. പുള്ളി മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് വന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്, എല്ലാവരും ക്രൗഡായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അരുൺ സാറാണ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ അരുൺ സാർ ഒന്ന് ഇൻട്രോ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി മാരി സെൽവരാജ് വാടാ ഫ്രണ്ട് വാന്ന് പറഞ്ഞ് പോയി. മാരി ഇത് പ്രണവ് ഈ പടത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് ഐ കോൺടാക്റ്റ് തന്നപ്പോൾ ഹായ് സർ, പ്രണവ്, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ആയത് പുള്ളി എന്തായാലും നരിവേട്ട കണ്ടിട്ടുണ്ടാവും, കാരണം പുള്ളിയുടെ സോണിലുള്ളൊരു സിനിമയാണത്. അപ്പോൾ ഞാൻ ആലോചിക്കാതെ ഞാൻ പറഞ്ഞു, സാർ റീസെൻ്റ്ലി ഇപ്പം നരിവേട്ട എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, அந்த ട്രൈബൽ ക്യാരക്ടർ பண்ணது നീ தானே, ரொம்ப நல்லா பண்ணியிருந்த, നമ്പർ വന്ന് അസിസ്റ്റന്റ് കിட்ட കൊടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാജിക് അവിടെ നടന്നു. അപ്പോൾ സംഭവം എവിടേക്കോ നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടേക്കോ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കൂടെ അതുവഴി കിട്ടി. അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സിനിമയുടെ മറ്റൊരു മെയിൻ എലമെന്റ് എന്ന് പറയാനുള്ള അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. ഇപ്പം നമ്മൾ ട്രെയിലർ വന്നു, ആദ്യത്തെ ട്രാക്ക് വന്നു, അത് കഴിഞ്ഞ് ഇതിന്റെ ആൽബം പുറത്തു വിട്ടു. അപ്പോഴെല്ലാം ഓഡിയോ നമുക്ക് നേരത്തെ കിട്ടി, നമ്മൾ കേട്ട് അത് സിനിമയിൽ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് കാണാനായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. ഇതില് ലോകേഷിന്റെ പെർഫോമൻസിന്റെ പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അനിരുദ്ധിന്റെ ഒരു കോൺസെർട്ട് ആണെന്നുള്ളതും ഇങ്ങനെ പറയുന്നുണ്ട്. അത്രയും ടോപ്പ് ലെവൽ മ്യൂസിക് ആണ് ചെയ്തിട്ടുള്ളത്. സോ അനിരുദ്ധമായിട്ട് നേരിട്ട് എപ്പോഴെങ്കിലും ഒരു മീറ്റപ്പ് എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, അതും നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു സർപ്രൈസിങ് അതുപോലെ തന്നെയാണ് എനിക്കും. കാരണം ഇപ്പം അണിയുടെ കൂടെ ഞാൻ കോമ്പിനേഷൻ 3ാമത്തെ പടമായത്. ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പക്ഷെ ഇതിൽ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു ബിസി സ്കെഡ്യൂളും പരിപാടിയുടെ ഇടയിൽ നമ്മൾ പോയിട്ട് തല കാണിക്കാനോ ഒന്ന് ഇൻട്രോ ചെയ്യാനോ പറ്റില്ല. പക്ഷെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും ഒരു സെറ്റിങ്ങും ഒരു മീറ്റിങ്ങും നടക്കും എന്നുള്ളൊരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. നടന്നാൽ സന്തോഷം. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ നോർമലി? എല്ലാം ഞാനിപ്പോൾ ലോകേഷ് സാറിൻ്റെ കൂടെ പുള്ളി ഒരു പടം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഒരു പോസ്റ്റർ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ ഇട്ടു. അപ്പം ഞാൻ ചുമ്മാ വിചാരിച്ചതാ എവിടെയെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് കിട്ടുമോ, പക്ഷെ ഫ്രണ്ടായിട്ട് ചെയ്തു എന്ന് സംസാരിക്കും. മാനിഫെസ്റ്റേഷൻ ഈസ് റിയൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. സീരിയസ്. ഈ വിജയ് സാറിന്റെ ഒപ്പം എത്തിയതും ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടായിരുന്നു. തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് സാറിന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് പിന്നെ നിർത്തിയാൽ മതി അഭിനയം, പിന്നെ എനിക്ക് അഭിനയിക്കണ്ട, ഒറ്റ പടം വിജയ് സാറിന്റെ കൂടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ആദ്യത്തെ പടം വിജയ് സാറിന്റെ കൂടെ ഡയലോഗായിട്ട് പോയി ഫസ്റ്റ് ഡേ ഷൂട്ടിൽ നിർത്തി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ അല്ല അവസാനിപ്പിക്കേണ്ടത്, ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയത്. വളരെ നല്ലൊരു തുടക്കമായിരുന്നു. അതെ, മാനിഫെസ്റ്റേഷൻ രസമാണ്, നല്ല പരിപാടിയാണ്. അത് നടക്കുമ്പോൾ ഇനിയും നല്ല രസമാണ്, എൻജോയ് ചെയ്യാൻ. പിന്നെ ഭാവി പരിപാടികൾ ഇനിയും എന്തൊക്കെയാണ്? അടുത്ത സിനിമകൾ എന്തെങ്കിലുമൊക്കെ പ്ലാനിലുണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള. അതും ഇപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി തരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ പഴയ പോലെ കുഞ്ഞു കുഞ്ഞു പരിപാടിക്കും ആരും വിളിക്കുന്നില്ല. ബ്രോ നിങ്ങൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നിട്ട് എന്ത് പറഞ്ഞാൽ ഇവിടെ നിർത്തുക, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു പരിപാടി വരുമ്പോൾ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവരെയും പുതിയതായിട്ട് വരുന്നവരെയും എല്ലാവരുടെ അടുത്തും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല പരിപാടി വരുമ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം. ഈ സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രം എത്രത്തോളം ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് എന്ത് പറയും? അത് ലോകേഷ് സാറ് തന്നെയാണ്. സെബാസ്റ്റ്യൻ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ വരുന്നത് പുള്ളി തന്നെയാണ്, ദാസ് തന്നെയാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഇതിലും എനിക്ക് മാജിക്കൽ കുറേ വിഷയം നടന്നിട്ടുണ്ട്. ഇപ്പം നരിവേട്ടയുടെ പ്രൊമോഷനായിട്ട് ചെന്നൈയിൽ ഞാൻ സോമർസെറ്റിൽ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ലോകേഷ് സാറ് നടന്നു വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നരിവേട്ട വന്നൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് വന്നതാ. ഓക്കെ, ഞാനൊരു മീറ്റിങ്ങിന് പോവാം, നീ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ പുള്ളി പോണത് എന്ത് മീറ്റിങ്ങിനാണെന്ന് എനിക്ക് അന്നറിയില്ല. അത് DC-യുടെ മീറ്റിങ്ങിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് ലൊക്കേഷനില്ല. നമ്മൾ കഴിഞ്ഞ വർഷം സോമർസെറ്റിൽ കണ്ടതല്ലേ, ഇപ്പോൾ നീ ഈ പടത്തിൽ ജോയിൻ ചെയ്തല്ലേ, നൈസ്. അങ്ങനെ ഒരു പരിപാടി ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്.
രസമുണ്ട്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ എന്നാലോചിക്കുമ്പോൾ തന്നെ ലോകേഷ് സാർ തന്നെയാണ് ഓർമ്മ വരുന്നത്. നല്ല ബോണ്ടിങ് ആയിരുന്നു, നല്ല രസമായിരുന്നു ആ ഒരു വർക്കും. സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കും പുള്ളി. മലയാള സിനിമയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുള്ളിക്കുള്ള സമയങ്ങളിൽ പുള്ളി മലയാള സിനിമ കാണാറുണ്ട്. ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് പുള്ളി കണ്ടത് കളങ്കാവലാണ് കണ്ടത്. കളങ്കാവൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കളങ്കാവളുടെ റൈറ്റർ ജിഷ്ണു ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ പോലെ ലോകേഷ് സാർ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജിഷ്ണു ചേട്ടൻ അതുപോലെ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് റൈറ്ററായിട്ട് സിനിമയിൽ കയറിയ ആളാണ്. അപ്പോൾ അത് പുള്ളിക്ക് കണക്റ്റായി. അങ്ങനെ നമ്മളെവിടേക്കോ എന്തൊക്കെയോ ചെയ്യുന്നത് ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ചുറ്റി ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സിനിമയുടെ അകത്ത് തന്നെ കിടന്ന് കറങ്ങുവാണ്. അത് ഒരു സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലൂപ്പാണല്ലേ. ആ ലൂപ്പിൽ ഇങ്ങനെ അകപ്പെട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാനാണ്. ലൈക്ക് ഇനി അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ പോവാനായിട്ട് പറ്റട്ടെ. അതെ, ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് പ്രണവ്. ഇപ്പം DC ഇതാണ് ഞാൻ കണ്ട് ഇങ്ങനെ എന്താ പറയുക പുളകം കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സെക്കൻഡ് വാച്ചിന് വേണ്ടി പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം എന്നാലും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗം ഇനിയാട്ടെ. മലയാളത്തിലും തമിഴിലും എല്ലാ ഭാഷകളിലും ഇഷ്ടമുള്ള കഥാപാത്രങ്ങളും ഇഷ്ടമുള്ള സംവിധായകരുടെ കൂടെയും എല്ലാം വർക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. അടുത്തൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് ഇരിക്കണം. തീർച്ചയായിട്ടും. എന്നെ ലാസ്റ്റ് ടൈമും സപ്പോർട്ട് ചെയ്തത് താങ്കൾ തന്നെയാണ്. ഇപ്രാവശ്യം ഇതുപോലൊരു പരിപാടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു പടം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നല്ല പ്രൊജക്റ്റ് ആയിട്ട് വീണ്ടും ഇരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് പ്രണവ്. താങ്ക് യു സോ മച്ച്.